ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കുന്നത് വയർലെസ് മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ലൈവ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു മൈക്രോഫോൺ, വയർലെസ് മൈക്രോഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ആമസോൺ വഴിയാണ് പർച്ചേസ് ചെയ്തത്. കാരണം നമ്മൾക്ക് ഈ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പിന്ന് ആമസോണിലാണ് അവൈലബിൾ ഉണ്ടായത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ കവർ ഓപ്പൺ ചെയ്തു. ഇത് സിമ്പിളായിട്ട് അതിനെക്കുറിച്ചുള്ള ഡിവൈസുകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വയർലെസ് മൈക്രോഫോൺ. അപ്പോൾ അതുപോലെ തന്നെ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതായത് നമ്മൾക്ക് ഇതിന് ആപ്സോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറയുന്നു. 20 മീറ്റേഴ്സാണ് ഇതിൻ്റെ റേഷ്യോ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ കണക്റ്റിംഗ് ഹൈ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ഈ ലാഗിങ് സൗണ്ടുകൾ, എക്സ്ട്രാ സൗണ്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള ഒരു നൈസ് പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത് വൈഫൈ മൈക്രോഫോൺ. അപ്പോൾ അതിനൊരു നമ്പറും വന്നിട്ടുണ്ട്. K8 എന്നും പറഞ്ഞൊരു നമ്പറാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഐഫോണിന് കൂടുതൽ അവർ പറയുന്നുണ്ട്. ഇതൊരു നൈസ് പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു K8 ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അവർ എന്തായാലും ഒരു നല്ലൊരു പാക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഹാർഡായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഇത് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ അഡാപ്റ്റർ. അത് ഫോണിൽ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, അത് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിൽ അവർ അതിൻ്റെ സെൻസറുകളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കൊണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളുടെ ഫോണിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിക്ക് മുമ്പ് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തേക്കിട്ട് നോക്കാം. അടുത്ത ഐറ്റം ഇരിക്കുന്നത് ഇത് നമ്മളുടെ മൈക്രോഫോണാണ്. മൈക്രോഫോണിന് ഇത് എക്സ്ട്രാ സൗണ്ട് കട്ട് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ സെൻസർ പേപ്പർ മാറ്റി മൈക്കിൻ്റെ ഇത് നമ്മുടെ ഷർട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാവുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെ അകത്തൊരു ബോക്സും കൂടിയുണ്ട്, പേപ്പറാണ്. ഓക്കെ, ഇത് നമ്മളുടെ ഐഫോണിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള പിന്നെ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിലേക്ക് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ പുതിയ ഫോണുകളുടെ പിന്നാണുള്ളത്. എന്തായാലും എൻ്റെ കയ്യിൽ ഐഫോൺ ആയതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അകത്ത് ബോക്സ്, ഓക്കെ, അത് വയറാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു സെറ്റ്. ഓക്കെ, ഇത് ചാർജ് ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾക്കൊരു പിന്നുണ്ട്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് നേരിട്ട് ഫോണിൽ നിന്നാണ് ഇതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചാർജ് ചെയ്യേണ്ട, നമ്മുടെ മൈക്ക് മാത്രം ചാർജ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ഇത് നമുക്കൊരു കേബിളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാറ്റലോഗ് ഉണ്ട്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കുറേ ചൈനീസൊക്കെ ഉണ്ട്, ഇംഗ്ലീഷുണ്ട്. ഹൗ ടു യൂസ് ബോട്ട്, അതിനെക്കുറിച്ച് അവരതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഇല്ലാത്ത ഐറ്റംസാണ്, നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മൾക്ക് ഈ പാക്കിലുള്ളത് ഒരു ചാർജിങ് കേബിള്, മൈക്രോഫോൺ ഡിവൈസ്, ഒരു കണക്റ്റർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 4 ഐറ്റമാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾക്ക് ഇതൊന്ന് ഡിവൈസ് ഒന്ന് ഓൺ ചെയ്യണം. ഇതിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ റെഡ് ബട്ടൺ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഈ ഡിവൈസ് ഫോണിൽ കണക്ട് ചെയ്യുക. ഐഫോൺ ആണെങ്കിൽ നമ്മളതിൻ്റെ കണക്ടർ വെച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഓണായി. ഓക്കെ, ഇനി നമ്മൾ ഇതിപ്പോൾ ഫോണിൻ്റെ ഡിസ്റ്റൻസിൽ വെച്ച് നമ്മൾക്ക് 20 മീറ്റേഴ്സ് വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും. നല്ല ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വ്ളോഗ്സ് ചെയ്യാനൊക്കെ ആയിട്ടും
ഒരു ലോങ് ഡിസ്റ്റൻസിൽ ക്യാമറ വെച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിനധികം എക്സ്പെൻസീവ് അല്ല, ബട്ട് അവൈലബിലിറ്റിയുടെ ചെറിയ ഇതുണ്ട്. എന്നാലും ഇതിൻ്റെ പറയുന്ന ഫീച്ചേഴ്സ് അനുസരിച്ചാണെങ്കിൽ അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം അല്ല എന്നാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം.